തിരുവോണ ബമ്പർ ഭാഗ്യക്കുറി അടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമിത ആയിരിക്കുകയാണ്. സത്യത്തിൽ ഭാഗ്യക്കുറി അടിച്ച ജേതാവിന്റെ വീട് വളഞ്ഞ പല മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമപ്രവർത്തകർ തമ്പടിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായിരിക്കുകയാണ്. വീട്ടിൽ പോലും പോകാതെ ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞ് പലരുടെയും വീടിന് മുന്നിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ വാർത്തകൾ വന്നിരുന്നു, ട്രോളുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആ ഭാഗ്യശാലി മറ്റൊരിടത്ത് സുഖമായിരിക്കുകയായിരുന്നു. പുഷ്പം പോലെ അദ്ദേഹം വന്ന ലോട്ടറി മാറി ബാങ്കിൽ വന്ന എല്ലാ നടപടികളും കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ചിത്രവും പുറത്തു വന്നിരിക്കുകയാണ്. തിരുവോണ ബമ്പർ അടിച്ച മഹാഭാഗ്യശാലി കൊച്ചിയിൽ എന്ന പ്രതീക്ഷകൾ തെറ്റിയിരിക്കുകയാണ്. ആലപ്പുഴ തുറവൂർ സ്വദേശിക്കാണ് 25 കോടിയുടെ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. SBI ശാഖയിൽ ടിക്കറ്റ് ഹാജരാക്കിയതോടുകൂടിയാണ് കൊച്ചിയിലല്ല ആലപ്പുഴയിലാണ് ബമ്പർ അടിച്ചത് എന്ന് വ്യക്തമാകുന്നത്. തുറവൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ ശരത് എസ് നായർക്കാണ് ബമ്പർ അടിച്ചത്. നിപ്പോൺ പെയിന്റ്സ് ജീവനക്കാരനായ ശരത്ത് നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. നെട്ടൂർ സ്വദേശിക്ക് തന്നെയാണ് ടിക്കറ്റ് അടിച്ചത്, ഈ ഭാഗ്യം അടിച്ചത്. ഒരു വീട്ടമ്മയ്ക്കാണ് ഈ ടിക്കറ്റിന്റെ ഭാഗ്യം നറുക്കെടുപ്പ് ലഭിച്ചത് എന്ന് പറയുന്നവർ നിരവധി ഉണ്ടായിരുന്നു. മാത്രമല്ല 25 കോടി രൂപ ആ ഭാഗ്യശാലിക്ക് തന്നെ, ആ വീട്ടമ്മയ്ക്ക് തന്നെ ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പലരും പറയുന്നു. ഈ ടിക്കറ്റ് പലരും കണ്ടു എന്നടക്കമുള്ള വിവരങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയും ചെയ്തിരുന്നു. എന്നാൽ സത്യത്തിൽ ആ ഭാഗ്യശാലി ഈ വാർത്തകളെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. കാരണം അദ്ദേഹം ഇങ്ങ് ആലപ്പുഴയിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ആരോടും മിണ്ടിയിരുന്നില്ല. നിപ്പോൺ പെയിന്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്, ലോട്ടറി എടുത്തത് അവിടെ നിന്നാണ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ SBIയുടെ ബ്രാഞ്ചിൽ വന്ന ഈ ടിക്കറ്റ് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവധിയായതിനാൽ തന്നെയാണ് ഇത്രയും ദിവസം വൈകി അദ്ദേഹം ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നതാണ് വ്യക്തമാകുന്നത്. നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് ലതീഷിൽ നിന്നാണ് ഒന്നാം സമ്മാനം അടിച്ച ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭഗവതി ഏജൻസീസിന്റെ ഈ വൈറ്റില ശാഖയിൽ നിന്നാണ് ലോട്ടറി ഏജന്റായ ലതീഷ് ടിക്കറ്റ് വാങ്ങിയത്. 25 കോടിയുടെ മഹാഭാഗ്യം TH577825 എന്ന നമ്പറിലൂടെയാണ് ശരത്തിനെ തേടിയെത്തിയത്. സർക്കാർ ഖജനാവിന് സത്യത്തിൽ ബമ്പർ അടിച്ച അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഖജനാവിനാണ് തിരുവോണ ബമ്പർ അടിച്ചത് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തി ഉണ്ടാകില്ല. കാരണം കിട്ടിയാൽ കിട്ടിയെന്ന് കരുതി 500 രൂപ മുടക്കി ടിക്കറ്റ് എടുത്തത് 75 ലക്ഷം പേരാണ്. ഇതിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തുക കോടികളാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിറ്റുവരവാണ് തിരുവോണ ബമ്പറിലൂടെ ഇത്തവണ ഖജനാവിൽ എത്തിയിരിക്കുന്നത്. 75 ലക്ഷം ടിക്കറ്റ് അച്ചടിച്ചതിൽ മോശമായി പോയ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയിരുന്നു. അതായത് 375 കോടിയോളം രൂപയാണ് തിരുവോണം ബമ്പർ വിറ്റുവരവ് എന്ന് സാരം. എന്നാൽ ഈ തുക മൊത്തമായും സർക്കാരിന് ലഭിക്കുകയില്ല. ഏജൻസി കമ്മീഷൻ, അച്ചടിക്കൂലി, ഭരണപരമായ ചെലവുകൾ, സമ്മാനത്തുക എന്നിവ കഴിഞ്ഞുള്ള ബാക്കി തുകയാകും സർക്കാരിന് ലഭിക്കുക. ഇത് സംബന്ധിച്ച കൃത്യമായ കണക്ക് വൈകാതെ തന്നെ പുറത്തുവരും. അതുപോലെ തന്നെ കനത്ത മഴ കാരണം സെപ്റ്റംബർ 27 നടക്കേണ്ട നറുക്കെടുപ്പ് മാറ്റുകയായിരുന്നു ഉണ്ടായിരുന്നത്. നീട്ടിയത് തിരുവോണ ബമ്പറിന് വലിയ ഗുണമായി എന്നതും വലിയ കാര്യമാണ്. കാരണം ഇത്രയും ദിവസം മാറ്റിയപ്പോൾ തന്നെ, കാരണം 27 നറുക്കെടുക്കേണ്ടിയിരുന്നു. ഇത് 28, 29, 30, 1, 2, 3, 4 തീയതിയാണ് നറുക്കെടുപ്പ് ഉണ്ടായിരുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വീണ്ടും ലക്ഷക്കണക്കിന് ടിക്കറ്റുകളാണ് വീണ്ടും വിറ്റുപോയത് എന്നുള്ളതാണ്. മാത്രമല്ല ഭാഗ്യം അടിച്ച ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റുപോയതാകട്ടെ ആ ദിവസം, അതായത് നറുക്കെടുപ്പിന് തലേ ദിവസമാണ് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും നറുക്കെടുപ്പ് ഒരാഴ്ച നീണ്ടതോടുകൂടി ബമ്പർ ടിക്കറ്റ് മൊത്തവും വിറ്റുപോയി. നാട്ടിലെങ്ങും ടിക്കറ്റ് കിട്ടാൻ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അവസാന മണിക്കൂറുകളിലെല്ലാം. കൂടുതൽ സമയം കിട്ടിയത് കൊണ്ടാണ് ഇത്രയും ടിക്കറ്റുകൾ വിൽക്കാനായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 25 കോടി എത്ര കിട്ടും? അതിൽ 15 കോടി മാത്രമാണ് കിട്ടുന്നത്. ബാക്കിയൊക്കെ തന്നെ കമ്മീഷനൊക്കെ തന്നെ പോകും. തിരുവോണം ബമ്പർ സമ്മാന തുകയായി 25 കോടിയും കയ്യിൽ കിട്ടുകയില്ല, 15 കോടി മാത്രമാണ് കയ്യിൽ കിട്ടുന്നത്. എന്തായാലും ഈ ബമ്പർ അടിച്ച ആളിനെ ഇപ്പോൾ തപ്പി നടക്കേണ്ടതില്ല. അദ്ദേഹം തന്നെ സ്വയമേ മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ തന്നെ ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആളുകൾ ഇപ്പോഴേ തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. വളരെ സന്തോഷം എന്നാണ് പറയുന്നത്. അദ്ദേഹം ബാങ്കിലേക്ക് എത്തി, പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി വന്ന ഭാഗ്യമെന്നാണ് ശരത്ത് പറയുന്നത്. ആദ്യമായാണ് ഓണം ബമ്പർ എടുക്കുന്നതെന്നും ശരത്ത് പറയുന്നുണ്ട്. അങ്ങനെ കഞ്ഞി ബമ്പറിൽ തന്നെ ഇത്രയും വലിയ തുക അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ആദ്യം വിശ്വസിക്കാനായില്ലെന്നുമാണ് ശരത് എസ് നായർ പറയുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ശരത്തും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും.